Question number one. Mal mushkilatullati yuwajihuha sukkanul mudunil kabira. എന്തെല്ലാമാണ് പ്രോബ്ലങ്ങൾ മുഷ്കിലാദ് പ്രോബ്ലംസ് അല്ലത്തി യുവാജിഹ നമ്മൾ ഫേസ് ചെയ്യുന്ന സുക്കാനുൽ മുദുനിൽ കബീറ വലിയ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് നേരത്തെ പറഞ്ഞു അത്തലവൂസു വൽ ജരീമത്തു വൽ ഇസ്ദിഹാം. തലവൂസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പൊല്യൂഷൻ, ജരീമത്തിന്റെ കുറ്റകൃത്യങ്ങൾ, വൽ ഇസ്ദിഹാം കൺജസ്റ്റൻ. അത് ഭയങ്കര ബിസി ലൈഫായിരിക്കും ഇവിടുത്തെ റോഡുകളും മറ്റു ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഭയങ്കര തിരക്ക് പിടിച്ചതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എജുപീഡിയ എന്ന് ചർച്ച ചെയ്യുന്നത് BA അഫ്ദലുൽ ഉലമയുടെ 1ാം സെമസ്റ്ററിലെ ഫങ്ഷണൽ അറബിക് എന്ന പുസ്തകത്തിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ലിമാദ യുഫദ്ദിലു ബഅദു നാസി അൽ ഹയാത ഫിൽ മുദനിൽ കബീറ. അഥവാ എന്തുകൊണ്ടാണ് ചില ആളുകൾ അവർ പ്രിഫർ ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുക, അൽ ഹയാത്ത ഫിൽ മുദുനിൽ കബീറ, വലിയ സിറ്റികളിൽ താമസിക്കാൻ അവർ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതിനിടയിൽ പ്രാരംഭമായി ചില 4 ക്വസ്റ്റ്യൻസ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒന്ന്, മാ അക്സറുൽ മുദുനി ഇസ്തിഹാമൻ ബിസുക്കാനി ഫിൽ ആലം. ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സിറ്റികൾ ഏതൊക്കെയാണ്? ആളുകളെ കൊണ്ട് നിറഞ്ഞ സിറ്റികൾ ഏതൊക്കെയാണ്? ഉദാഹരണം ചിലത് കൊടുത്തിട്ടുണ്ട്. ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്, കാഹിറ അങ്ങനെ തുടങ്ങി ധാരാളം ഉണ്ട്. പിന്നെ രണ്ടാമത്തേത് മൽ മുഷ്കിലാത്തുല്ലത്തി തകൂനു ഫിൽ മുദുനിൽ കബീറ. വലിയ സിറ്റികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? താഴെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അക്രമവും മലിനീകരണവും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നഗര ജീവിതത്തിൽ നമുക്കുണ്ടാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമാദ യുഹാജിറു സുക്കാനു റീഫി ഇലൽ മദീന. റീഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രാമപ്രദേശമാണ്. ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് ചേക്കേറുന്നത് എന്നാണ് ചോദിച്ചത്. പലപ്പോഴും അവര് വലിയ കമ്പനികളിലും അതുപോലെ വലിയ പിന്നെ ഫേമുകളിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് ചേക്കേറുന്നത്. നാലാമത്തേത്, അയിന യഈഷു മുഅല്ലമു സുക്കാനിൽ ആലം ഫിൽ മുദുനി അമിൽ ഖുറ. ഭൂരിഭാഗം ജനങ്ങളും ലോകത്തെ ഭൂരിഭാഗം ജനങ്ങളും താമസിക്കുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണോ അതോ പട്ടണത്തിലാണോ? ഇൻഷാ അല്ലാഹ് അതിനെല്ലാം ഉത്തരങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് വിശാലമായി പഠിക്കും. നമുക്കേതായാലും ബാക്കി ഭാഗത്തേക്ക് പോയി നോക്കാം. പിന്നെ അപ്പോൾ യഈഷു ഫിൽ മുദുനിൽ കബീറത്തി മിസ്ല ടോക്കിയോ വലണ്ടൻ ന്യൂയോർക്ക് വൽ ഖാഹിറ മലായീനുൻ നാസ്. വലിയ വലിയ പട്ടണങ്ങളിൽ താമസിക്കുന്നു. ടോക്കിയോ പോലുള്ള, ലണ്ടൻ പോലുള്ള, ന്യൂയോർക്ക് പോലുള്ള, കെയ്റോ പോലെയുള്ള നഗരങ്ങളിൽ മലായീനുൻ നാസ്, മില്യൺ കണക്കിന് ജനങ്ങളാണ് താമസിക്കുന്നത്. വയുവാജിഹു സുക്കാനുൽ മുദുനിൽ കബീറത്തി മുഷ്കിലാത്തിൻ കബീറ. വലിയ നഗരത്തിൽ താമസിക്കുന്നവർ നേരിടുന്നുണ്ട്. യുവാജിഹു എന്ന് പറഞ്ഞാൽ നേരിടുക, ഫേസ് ചെയ്യുക എന്നാണ് അർത്ഥം. മുഷ്കിലാത്തിൻ കബീറ, ധാരാളം പ്രശ്നങ്ങൾ. ഇതിലേതുപോലെ തലവൂസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പൊല്യൂഷൻ കേട്ടോ. മറ്റൊന്ന് വൽ ജരീമത്തി, കുറ്റകൃത്യങ്ങൾ വ്യാപകമാണല്ലോ. അതുപോലെ വൽ ഇസ്തിഹാം, കൺജസ്റ്റൻ, അഥവാ ഭയങ്കര തിരക്ക് ആയിരിക്കും അവിടെ എല്ലാ സമയത്തും. بالرغم من هذه المشكلات, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പുറമെ യുഫദ്ദിലു കസീറും മിനൻ നാസ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ധാരാളം ആളുകൾ അവർ തിരഞ്ഞെടുക്കുന്നു അൽ ഹയാത്ത ഫിൽ മുദുനിൽ കബീറ, വലിയ നഗരത്തിലുള്ള ജീവിതത്തെ. എന്തായിരിക്കും അതിന് കാരണം? മറുപടി ഇതാ, ലിഅന്ന ഫിഹാ അൽ മസാനിഅ, കാരണം അവിടെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട്, വലിയ വലിയ ഫാക്ടറികളുണ്ട്. മുശ്ശരിക്കാത്തി, സ്ഥാപനങ്ങളുണ്ട്. ശരിക്കത്ത് തന്നെ നേരർത്ഥം പിന്നെ കമ്പനികൾ എന്നർത്ഥം. വൽ ജാമിയാത്തി, യൂണിവേഴ്സിറ്റികളുണ്ട്. വൽ മക്തബാത്തി, വിവിധ കമ്പനികളുടെ ഓഫീസുകളുണ്ട്. വൽ മുസ്തശ്ഫയാത്തി, ഹോസ്പിറ്റലുകളുണ്ട്. വൽ അസ്വാഖ്, മാർക്കറ്റുകളുണ്ട്. അമാക്കിന തർവീഹ്, അതുപോലെ നമുക്ക് ഈ ലൈഷർ ട്രിപ്പും മറ്റൊക്കെ അടിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളുണ്ട്. എൻജോയ്മെന്റിന്റെ സ്ഥലങ്ങളുണ്ട് എന്നർത്ഥം. യസ്ദാദു സുക്കാനുൽ മുദുനി കുല്ല യൗമിൻ,
ഓരോ ദിവസവും ഈ നഗരത്തിലെ താമസിക്കുന്ന ആളുകളുടെ സുക്കാനന താമസിക്കുന്നവർ നഗരത്തിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്ന സുക്കാൻ റീഫി കാരണം ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾ യുഹാജിറൂന ഇലൈഹ അവർ നഗരത്തിലേക്ക് എന്ത് ചെയ്യുന്നു കുടിയേറി പാർക്കുന്നു. ലില്ലമലി തൊഴിലിന് വേണ്ടി ഫിൽ മസാനിഇ വശരിക്കാത്തി വിവിധ ഫാക്ടറികളിലും കമ്പനികളിലൊക്കെ ആയിട്ട്. യത്രുക്കൂനൽ അമല ഫി സിറാഅത്തി വറഈ അവര് കൃഷിയുടെയും അതുപോലെ പിന്നെ ജീവികളെ നോക്കലും ഒക്കെ ഒഴിവാക്കിയിട്ട് അവർ എന്ത് ചെയ്യുന്നു കമ്പനികളിലേക്ക് ചേക്കേറുന്നു. അപ്പൊ തസ്ദാദ് മുഷ്കിലാത്തുൽ മുദ്നി അപ്പൊ സ്വാഭാവികമായിട്ടും പട്ടണങ്ങളിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ഖദ് അദറക്കത് ബഅദു ദുവലി ഹാദിഹിൽ മുഷ്കിലത്തുൽ ഹിജ്റത്തി മിനർ റീഫി ഇലൽ മദീന ചില പട്ടണങ്ങളിൽ ഈ പറയുന്ന പ്രശ്നം അഥവാ ഗ്രാമപ്രദേശത്ത് നിന്ന് നഗരത്തിലേക്ക് കുടിയേറി പാർക്കുന്ന പ്രശ്നം ഉണ്ടായപ്പോ ഫബനത് മസാനിയ കസീറ ഫിർ റീഫി അവരെന്ത് ചെയ്തു ഈ ഗ്രാമപ്രദേശത്ത് തന്നെ ധാരാളം ഫാക്ടറികളും മറ്റൊക്കെ സ്ഥാപിച്ചു. അപ്പൊ എന്തായി ഫറജഅ കസീറും മിനൻ നാസി ധാരാളം ആളുകൾ മടങ്ങി ഇല്ലമലി ജോലി ചെയ്യാൻ ഫിർ റീഫി അവിടെ ഗ്രാമപ്രദേശത്ത് തന്നെ വലഹയാത്തി ഫി അവര് അവിടെ തന്നെ താമസിക്കാനും തുടങ്ങി. അപ്പോൾ പട്ടണങ്ങളിലെ കൺജസ്റ്റൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില നഗരങ്ങൾ എടുത്ത തീരുമാനമായിരുന്നു അത്. ആവട്ടെ ബാക്കി എന്താ പറയുന്നത് നോക്കൂ. ഫിൽ ഖർണി താസി അശറ 19-ാം നൂറ്റാണ്ടിൽ മീലാദി കാന യസ്കുനുൽ മുദ്നു നഹ്വ 2.5% അതായത് 2.5% ആളുകൾ മിൻ സുക്കാനിൽ ആലം ലോകത്തിന്റെ തന്നെ താമസിക്കുന്ന ആളുകളിൽ 2.5% ആളുകൾ അവര് എന്താണ് ഇപ്രകാരം ഉണ്ട് പട്ടണങ്ങളിലാണ് താമസിക്കുന്നത്. സുമ വസലത്തിൻ നിസ്ബത്തു ഇലാ നഹ്വി 40%. പിന്നെന്തായി അത് 40%-ത്തിലേക്ക് 40 നിസബിയൻ 40%-ത്തിലേക്ക് നഗരവാസികൾ എത്തിച്ചേർന്നു. അപ്പോൾ ലോകത്തിലെ മൊത്തം താമസിക്കുന്ന ആളുകളിൽ നിന്ന് 40%-ത്തോളം നഗരവാസികളായി മാറി. 1984 തന്നെ മീലാദിയാണ് എന്ന് വെച്ചാൽ ക്രിസ്തുവർഷം 984 തന്നെ 40%-ത്തോളം ആളുകൾ നഗരവാസികളായി മാറി. വസലത്ത് ഇല 50 നസ്ബിയൻ സനത്ത 2000 മീലാദിയ 2000 ആയപ്പോൾ 2000-ൽ 50%-ത്തോളം ആളുകൾ നഗരവാസികളായി മാറി. ബലഗ അദദു സുക്കാനിൽ ആലമി സനത്ത 2000 മീലാദിയ 6 മില്യാറാത്ത് യഈഷു അക്സറു മിൻ മില്യാരി മിൻഹും ഫി മുദുനിൻ ലോകത്തിന്റെ തന്നെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ അതിൽ 2000 ആണ്ടിൽ 6 ബില്യൺ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവരിൽ 1 ബില്യണിലധികം ആളുകൾ താമസിക്കുന്ന നഗരത്തിൽ തന്നെയാണ്. ഇനി ഫി ദുവലിൽ ആലമി സാലിസ് നമ്മളെ 3-ാം ലോക രാജ്യങ്ങൾ എന്ന് വെച്ചാൽ അതുകൊണ്ട് തേർഡ് വേൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്കോണമിക്കലി വളരെയധികം പ്രശ്നത്തിലുള്ള അല്ലെങ്കിൽ വലിയ പുരോഗതിയൊന്നും പ്രാപിച്ചിട്ടില്ലാത്ത വളരെ ദുർബലമായ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത് തേർഡ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് വേൾഡ് രാജ്യങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സെബുലുഗു സുക്കാനുൽ ആലമി അക്സറു മിൻ 8 മില്യാറാത്ത് ഷഖ്സിൻ സനത്ത 2025 മീലാദിയ 2025 ആകുമ്പോഴേക്കും ലോകത്തിലെ മൊത്തം ജനങ്ങളുടെ സംഖ്യ ഇത് 8 ബില്യണിലധികം വരുന്ന പറയുന്നത് ഇൻഷാ അല്ലാഹ്. വസയസിലു സുക്കാനുൽ ആലമി സാലിസ മിൻഹും ഇല 4 മില്യാറാത്ത് ഷഖ്സ് അന്നത്തെ കാലത്ത് 2025 മൊത്തം ഉള്ളത് 8 ബില്യണിലധികം വരുമ്പോൾ അതിൽ പറയുന്നത് പകുതിയിലധികം അഥവാ 4 ബില്യണിലോളം വരുന്ന ജനങ്ങൾ ഈ പറയുന്ന ഈ തേർഡ് വേൾഡിൽ നിന്നുള്ളവരായിരിക്കും എന്നാണ് അതിൽ പറയുന്നത്. ഏതായാലും ഇതാണ് ലോകത്തിലെ ഗ്രാമീണ ജീവിതത്തിലെയും സിറ്റി ലൈഫിൻ്റെയും ഒക്കെ തമ്മിലുള്ളൊരു മാറ്റം. ചില ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അജിബ് ഇഖ്തിസാരിൻ അമ്മാ യലി താഴെ പറയുന്നതിനെ സംബന്ധിച്ച് വളരെ ഷോർട്ടായിട്ട് ആൻസറുകൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 മൽ മുഷ്കിലാത്തുല്ലത്തി യുവാജിഹുഹ സുക്കാനുൽ മുദുനിൽ കബീറ എന്തെല്ലാമാണ് പ്രോബ്ലങ്ങൾ മുഷ്കിലാത്ത് പ്രോബ്ലംസ് അല്ലത്തി യുവാജിഹുഹ നമ്മൾ ഫേസ് ചെയ്യുന്ന സുക്കാനുൽ മുദുനിൽ കബീറ വലിയ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. നേരത്തെ പറഞ്ഞു അത്തലവൂസു വൽ ജരീമത്തു വൽ ഇസ്തിഹാം. തലവൂസ് എന്ന് പറഞ്ഞാൽ
നേരത്തെ പറഞ്ഞ പൊല്യൂഷൻ, ജരീമത്തിന്റെ കുറ്റകൃത്യങ്ങൾ, വല്ലിസ്തിഹാം, കൺജസ്റ്റൻ. അത് ഭയങ്കര ബിസി ലൈഫായിരിക്കും ഇവിടുത്തെ റോഡുകളും മറ്റു ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഭയങ്കര തിരക്ക് പിടിച്ചതായിരിക്കും. രണ്ടാമത്തേത് ലിമാദാ യുഫദ്ദിലു الناس والحياة في المدن الكبيرة. എന്തുകൊണ്ടാണ് ആളുകൾ വലിയ നഗര ജീവിതത്തെ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അതിനെ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യുഫദ്ദിലു الناس الحياة في المدن الكبيرة എന്ന് ഇവിടെ മുതൽ നമ്മൾ തുടങ്ങി വെക്കുക ആൻസർ ചെയ്യുമ്പോൾ, എന്നിട്ട് ബാക്കി നേരത്തെ പറഞ്ഞല്ലോ ലിഅന്ന ഫീഹ അൽ മസാനിഅ, കാരണം പട്ടണങ്ങളിലുണ്ട് അൽ മസാനിഅ, അവിടെ ധാരാളം ഫാക്ടറികളുണ്ട്, ഷരിക്കാത്ത് കമ്പനികളുണ്ട്, വൽ ജാമിആത്ത് യൂണിവേഴ്സിറ്റികളുണ്ട്, വൽ മക്തബാത്ത് ഓഫീസുകളുണ്ട്, വൽ മുസ്തശ്ഫയാത്ത് ഹോസ്പിറ്റലുകളുണ്ട്, വൽ അസ്വാഖ് മാർക്കറ്റുകളുണ്ട്, വൽ അമാകിനു തർവീഹ് അതുപോലെ വളരെ എൻജോയ്മെന്റിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് അവർ നഗരജീവിതം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. 3. ലിമാദാ യത്റുക്കു സുക്കാനു റീഫി അൽ അമല ഫി സിറാഅത്തി വറഈ. എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾ കൃഷിയും അതുപോലെ റഈയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു സ്ഥലത്തേക്ക് പോകുന്നത്? ഇതിന് മറുപടി അമലി ഫിൽ മസാനിഇ വശരിക്കാത്തി, അവർ വിവിധ ഫാക്ടറികളിലും കമ്പനികളിലൊക്കെ ജോലി ചെയ്യാനാണ് കൃഷിയും മറ്റൊക്കെ ഉപേക്ഷിച്ച് അവർ പോകുന്നത്. 4. മതാ കാനത്ത് നിസ്ബത്ത് സുക്കാനിൽ മുദുനി നിസ്ഫ സുക്കാനിൽ ആലം. ഇപ്പോഴാണ് മൊത്തത്തിൽ താമസിക്കുന്ന ആളുകളുടെ ശതമാനം, ലോകത്തിലെ നഗരത്തിൽ താമസിക്കുന്ന ആളുകളുടെ ശതമാനം ലോക ജനതയുടെ പകുതിയോളം വരും എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് നേരത്തെ പറഞ്ഞു, സനത്ത അൽഫൈൻ മീലാദിയ, 2000 ആകുമ്പോൾ ആണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ പുസ്തകം തയ്യാറാക്കുന്നതിന് മുമ്പുള്ള കഥയായിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ പുസ്തകം അല്ല, നമ്മൾ ഈ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത കണക്കായിരിക്കും ഇത്. ഏതായാലും അന്നത്തെ കണക്കാണ് ഈ പറയുന്നത്. 5. കം സയക്കൂനു അദദു സുക്കാനിൽ ആലം സനത്ത 2025 മീലാദിയ. 2025 ആകുമ്പോഴേക്കും ലോക ജനത എത്രത്തോളം ആകും എന്നാ പറയുന്നത്. 5% നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അക്സറും മിൻ 8 മില്യറാത്ത് എന്നാ പറഞ്ഞത്, അതായത് ഏതാണ്ട് 8 ബില്യണിലധികം ആകും എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മൾ ബാക്കിയുള്ള വിഷയത്തിലേക്ക് വരാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സ്വിൽ ബൈനൽ മുഫ്രദി വ ജംഇഹി, മുഫ്രദിന്റെയും ജമ്മിന്റെയും ഇടയിൽ കണക്ട് ചെയ്യാനാണ്. മാച്ച് ദി ഫോളോവിങ്. അപ്പൊ നമുക്ക് ഒന്നാമത്തത് മില്യണോട് യോജിക്കുന്ന മലായിനു എന്നുള്ളതാണ്. മില്യാർ എന്നുള്ളതിനോട് യോജിക്കുന്നത് മില്യാറാത്ത് എന്നുള്ളതാണ്. മദീനത്ത് പട്ടണം, അതിനോട് യോജിക്കുന്നത് മുദുനുൻ പട്ടണങ്ങൾ. അതുപോലെ ഇൻസാൻ എന്നുള്ളതിന്റെ ജമ്മ് നാസ്. വേറൊന്ന് മക്കാനിന്റെ ജമ്മ് അമാക്കിൻ, വേറൊന്ന് മക്തബത്തിന്റെ ജമ്മ് മക്തബാത്ത്. ഇങ്ങനെയാണ് അതിൽ ജമ്മ് മുഫ്രദ് തമ്മിൽ യോജിക്കുക. ഏതായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഏതെങ്കിലും വാക്ക് വന്നിട്ട് അതിന്റെ ജമ്മ് ചോദിക്കുകയാണ് ചെയ്യുക, അപ്പൊ ജമ്മ് നമുക്ക് എഴുതേണ്ടി വരും. അതുകൊണ്ടൊന്ന് കൃത്യമായി ഞങ്ങൾ ഓർത്തു വെക്കുക. മുലാഹദ നഹ്വിയ, നഹ്വിയായി നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഹുറൂഫുൽ ആത്തുഫാണ്. അഥവാ നമ്മൾ വിവിധ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാൻ ഉപയോഗിക്കുന്ന സംഗതിയാണ് നമ്മളെ ഹർഫ് ഹുറൂഫുൽ ആത്തുഫ് എന്ന് പറയുന്നത്. അതിൽ സാധാരണയായി ഉപയോഗിക്കുന്ന അദാത്തുകളാണ് മുകളിൽ കൊടുത്തത്. വാവ്, ഫാ, സുമ്മ, ഔ, 4 അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ചെയ്യുന്ന ധർമ്മമാണ് താഴെ കൊടുത്തത്. വയ്യ തഅതിഫു മാ ബഅദഹ അലാ മാ ഖബ്ലഹ, ശേഷം പറയുന്നതിനെ മുമ്പ് പറഞ്ഞതിനോട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അത് അത്ഫിന്റെ അക്ഷരങ്ങൾ. ഫയത്ബഉ ഫി ഇറാബിഹി, അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് താബിഉകളിൽ പെട്ടതാണ്. എന്ന് വെച്ചാൽ മുമ്പുള്ള ഏതിനോടാണോ അത്ഫ് ചെയ്യുന്നത് അതിലുള്ള ഇറാബുകൾ ഈ പറയുന്ന മഅ്തൂഫിന്റെ ഇറാബ് അത്ഫിന്റെ ഇസ്മുകളിൽ എന്ത് ചെയ്യും, വരും എന്നുള്ളതാണ് പ്രത്യേകം അവിടെ ഉണർത്തിയത്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. അത്തലവ്വുസു വൽ ജരീമത്തു വൽ ഇസ്തിഹാമു മിൻ മുഷ്കിലാത്തിൽ മുദുൻ. ഇവിടെ നിങ്ങൾ നോക്കൂ, പൊല്യൂഷൻ, അതുപോലെ കുറ്റകൃത്യങ്ങള്, തിരക്കുകള്, ഇതെല്ലാം നഗര ജീവിതത്തിന്റെ പ്രശ്നങ്ങളാകുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, തലവ്വുസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാത്തൂഫ് അലൈഹി. ഈ മാത്തൂഫ് അലൈഹിന്റെ ഇതേ ഇറാബ് അവിടെ വന്ന കാര്യങ്ങളൊക്കെ ശേഷം പറയുന്ന അത്ഫുകളിലൊക്കെ വന്നത് കാണാം.
മാത്തുഫ് ഏതാണ്? കൂടെ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു വാവുണ്ട്, ഇത് അത്തഫിന്റെ വാവാണ്. ഇവിടെ ഒരു വാവുണ്ട്, അത്തഫിന്റെ വാവാണ്. അപ്പൊ അർത്ഥം എന്ത് വരുന്നു? മലിനീകരണവും കുറ്റകൃത്യവും തിരക്കുകളും, ഇതൊക്കെ എന്താണ് ഈ പറയുന്നതെല്ലാം അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ അത്തഫിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ മാത്തൂഫ് അലൈ എന്ന് പറയുന്നത്. ഈ മാത്തൂഫ് അലൈന്റെ ഇറാബുകൾ ഈ പറയുന്ന ശേഷമുള്ള ഇതിലെല്ലാം വരുന്നത് കാണാം. മാത്തൂഫ് അലൈക്കുള്ള ഇറാബ് ഏതാണ്? തലവൂസു എന്ന് കണ്ടില്ല നിങ്ങൾ, റഫാണ്. അപ്പൊ ഈ റഫ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, കാരണം ഇത് രണ്ടും അത്തഫാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് അതിന്റെ ശൈലി. പിന്നെ അവിടെയുള്ള ശൈലികളൊക്കെ ഇവിടെ വരും. ഇവിടെ അല്ലുണ്ട്, ഇപ്പൊ ഇവിടെ അല്ലുണ്ട്, ഇവിടെ അല്ലുണ്ട്. അങ്ങനെ താബിയുകൾ എന്നാണ് ഇതിന് പറയുക. അതായത് മാത്തൂഫ് അലൈന്റെ ഇറാബുകൾ ശേഷം പറയുന്നതിലെല്ലാം ആവർത്തിച്ചു വരും. രണ്ടാമത്തെ കാര്യം നോക്കൂ, തക്സുറു ഫിൽ മുദുനി അശ്ശരികാത്തു വൽ ജാമിഅത്തു വൽ അസ്വാഖു. എന്താ പറയുന്നത്? നഗരങ്ങളിൽ വർദ്ധിക്കും ശരിക്കാത്തു, കമ്പനികൾ, യൂണിവേഴ്സിറ്റികൾ, പട്ടണങ്ങൾ, മാർക്കറ്റുകൾ. നിങ്ങൾ നോക്കൂ, ശരിക്കാത്തു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാത്തൂഫ് അലൈഹി. അപ്പൊ അതിന്റെ ഇറാബ് എന്താണ്? റഫാണ്. ആ ഇറാബ് ഇവിടെയും കാണാം, ഇവിടെയും കാണാം. ഇവിടെ വാവ് കൊണ്ടാണ് റഫ് ചെയ്തിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ. മൂന്നാമത്തെ വരുമ്പോ أدركت بعض الدول المشكلة فبنت المصانع فعمل فيها الناس. ചില രാജ്യങ്ങൾ ഈ പ്രശ്നം നേരിട്ടപ്പോൾ, അഥവാ ഗ്രാമീണവാസികളൊക്കെ ഗ്രാമം വിട്ടും സിറ്റിയിലേക്ക് ചേക്കേറുക എന്ന പ്രശ്നം വന്നപ്പോൾ അവർ ഗ്രാമത്തിൽ തന്നെ എന്ത് ചെയ്തു? വിവിധ പ്ലാന്റുകൾ അവർ നിർമ്മിച്ചു. ഫാമിലി ഫിഹ അന്നാസു. അങ്ങനെ ഗ്രാമീണർ അവിടെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഇപ്പോൾ അത്തഫിന്റെ അക്ഷരം ഒന്നുമില്ല, ഫാ ആണ്. ഫായിനോട് അപ്പോൾ എന്ന് പറയുന്നൊരു അർത്ഥം ഉണ്ടാവും. നോക്കൂ, അതർക്കത്ത് ഭാഗം ദുവൽ മുഷ്കില, ചില രാജ്യങ്ങൾ ഈ പ്രശ്നം നേരിട്ടു. അപ്പോൾ എന്ത് ചെയ്തു? അവരവിടെ ഫാക്ടറികൾ സ്ഥാപിച്ചു. ഫാമിലി ഫിഹ അന്നാസു, ആളുകൾ അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി. ഇവിടെ ഫാ ആണ് അത്തഫിന്റെ അക്ഷരം. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മള് മാത്തൂഫ് അലൈന്റെ പ്രശ്നം. അപ്പൊ അദറക്കത്ത് എന്ന് പറയുന്നതാണ് മാത്തൂഫ് അലൈ. അവിടെ അതേപോലെ എന്ത് ചെയ്തു? ഇവിടെയും ബനസ് എന്ന് പറയുന്നിടത്ത് അവിടെയും അതേപോലെ ഫീല് മാതി കൊണ്ടുവന്നു. ഇവിടെ ഫീല് മാതിയാണ്. പിന്നെ ഇതിന് പുറമെ ഇവിടെ അത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യം പറഞ്ഞതിനോട് താവിയായിട്ട് വരുന്നത് കാണാം, ഇറാബിലും മറ്റു കാര്യങ്ങളിലൊക്കെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇഷ്റബ് ഷായൻ ഔ ഖഹ്വത്തൻ ഇൻദാഖിക, നീ എന്ത് ചെയ്യുക? ചായ കുടിക്കുക അല്ലെങ്കിൽ നീ കോഫി കഴിക്കുക നിന്റെ സഹോദരന്റെ അടുക്കൽ നിന്ന്. ഇഷ്റബ് ഷായൻ ഔ എന്ന് പറയുന്നതാണ് ഇവിടെ അത്തഫിന്റെ അക്ഷരം. അവിടെ അല്ലെങ്കിൽ എന്നാണ് അവിടുത്തെ അർത്ഥം ലഭിക്കുക. അപ്പൊ നീ ഒന്നുകിൽ ചായ കുടിക്കുക അല്ലെങ്കിൽ കോഫി കഴിക്കുക നിന്റെ സഹോദരന്റെ അടുക്കൽ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെയും ഇഷ്റബ് ഷായൻ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ എന്ത്? മാത്തൂഫ് അലൈഹി. മാത്തൂഫ് അലൈഹിന്റെ അതേ ഇറാബ് തെൻവീനും മറ്റൊക്കെ അടക്കം ആ ഉള്ള നസ്ബ് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? കഹ്വത്തൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് അതിന്റെ ശൈലി. പിന്നെന്താണ്? സ്വല്ല അദ്നാൻ ളുഹറ സുമ്മൽ അസ്റ. അദ്നാൻ എന്ത് ചെയ്തു? ളുഹർ നിസ്കരിച്ചു, പിന്നെ അസ്ർ നിസ്കരിച്ചു. നമ്മളിപ്പോ സുമ്മയാണ് അത്തഫിന്റെ അക്ഷരം, പിന്നെ എന്നാണ് അർത്ഥം കിട്ടുക. അപ്പൊ എന്തുണ്ടാവും? അദ്നാൻ ളുഹർ നിസ്കരിച്ചു, പിന്നെ അസ്ർ നിസ്കരിച്ചു. ഈ സുമ്മയുടെ ഒരു പ്രത്യേകത, ഈ ഫാഗ് പറയുന്നിടത്തൊക്കെ ഈ പറയുന്ന തെർത്തീവ് ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞിട്ട് പിന്നീട് അർത്ഥം ഉണ്ടാവും. പക്ഷെ സുമ്മയാകുമ്പോൾ കുറച്ചുകൂടി സമയം എടുത്തിട്ടാണ്. അപ്പൊ ളുഹർ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അസ്ർ നിസ്കരിച്ചു എന്നുള്ളതാണ്. ഫാഗാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഫാഗുമ്പോൾ വളരെ വൈകാതെ ആ കാര്യം ചെയ്തെന്ന് അർത്ഥം ഉണ്ടാവും. അതാണ് മാറ്റം. അപ്പോ അത് ഞാൻ ളുഹർ നിസ്കരിച്ചു. ളുഹർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്തൂഫ് അലൈഹിയാണ്. അവിടെ നസ്ബുണ്ട്, ഫാ നസ്ബ് ഇവിടെയും ഉണ്ട്. പറഞ്ഞു മനസ്സിലായല്ലോ? കാരണം ഇത് താബികളിൽ പെട്ടതാണ്. ആറാമത്തേത് സാഫർതു ഇലൽ ഖറിയത്തി, ഞാൻ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തു. ഫൽ മദീനത്തി, പിന്നീട് പട്ടണത്തിലേക്ക്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫാ ആണ് അത്തഫിന്റെ അക്ഷരം ഉള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നോക്കൂ നിങ്ങൾ, ഖറിയത്തി എന്നുള്ളതാണ് മാത്തൂഫ് അലൈഹി. മാത്തൂഫ് അലൈഹിക്ക് ജെറാണ്. അപ്പൊ ആ ജെർ ഇവിടെയും വന്നു. അതാണ് അടുത്ത പോയിന്റ്. അതായത് മുമ്പ് മാത്തൂഫ് അലൈഹിക്ക് എന്ത് ഇറാബാണ് ഉണ്ടാവുക, അതേ ഇറാബാണ് ശേഷമുള്ള അത്തഫിന്റെ അക്ഷരം കഴിഞ്ഞിട്ട് വരുന്ന ഇസ്മുകളിലെല്ലാം ഉണ്ടാവുക എന്ന കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. പിന്നെ അതോടൊപ്പം 4 അത്തഫിന്റെ അക്ഷരങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. വാവ്, ഫാ, സുമ്മ, ഔ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി വെക്കുക. പരീക്ഷയ്ക്ക് ഇതുമായി സംബന്ധിച്ച് എന്ത് ചോദ്യം വന്നാലും വളരെ ഈസി ആയിട്ട് ഉത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോവാം. എന്താണ് അടുത്ത വിഷയം? നോക്കൂ, ضع معطوفا مناسبا واضبطه بالشكل كما في المثال.
ഇവിടെ നമുക്കൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മഅത്തൂഫ് വെച്ച് കൊടുക്കാനാണ് പറയുന്നത്. മഅത്തൂഫ് അലൈഹി അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ സ്യൂട്ടബിൾ ആയ ഒരു മഅത്തൂഫ് അവിടെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അതിന് എന്ത് ചെയ്യും വേണം, നമ്മൾ ഹർക്കത്ത് കൊടുക്കണം. കാരണം അപ്പോഴാണ് ശരിക്ക് നമ്മൾ ഈ പറയുന്ന താബികളിൽ പെട്ടതായതുകൊണ്ട് മഅത്തൂഫ് അലൈഹിയുടെ ഇറാബ് അതേ പ്രകാരം മഅത്തൂഫിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. നോക്കൂ, ലദയ്യ ഖലമുൻ വ കിതാബുൻ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതാണ് മഅത്തൂഫ് അലൈഹി, ഇതാണ് മഅത്തൂഫ്. വാവിന്റെ ശേഷം അത് അത്ഫിന്റെ അക്ഷരം കഴിഞ്ഞിട്ട് വരുന്ന വാക്കായിരിക്കും മഅത്തൂഫ്, അതിന്റെ മുമ്പ് വരുന്നതായിരിക്കും മഅത്തൂഫ് അലൈഹി. അപ്പോൾ മഅത്തൂഫ് അലൈഹിയുടെ ഇറാബ് ഇവിടെ എന്താണ്? മഅത്തൂഫ് അലൈഹിയുടെ ഇറാബ് ഇവിടെ റഫാണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെയും വന്നു, മനസ്സിലായല്ലോ. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? താഴെ കൊടുത്ത ഓരോ വർക്കുകളും ചെയ്യണം. ദഖലത് തുല്ലാബു, വിദ്യാർത്ഥികൾ പ്രവേശിച്ചു. എന്നിട്ട് ഫ എന്ന് കൊടുത്തിട്ട്, അപ്പൊ ഫ ആണ് അത്ഫിന്റെ അക്ഷരം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു വേർഡ് അവിടെ ഉണ്ടാക്കാം. ഞാനൊരു വേർഡ് ഉണ്ടാക്കാം. വിദ്യാർത്ഥികളെ പ്രവേശിച്ചു, അപ്പോൾ അധ്യാപകൻ ക്ലാസ് ആരംഭിച്ചു. അപ്പൊ ഇങ്ങനെ പറയാം, ദഖലത് തുല്ലാബു ഫബദഅ അൽ മുദർരിസു അദ്ദർസ. അങ്ങനെ കൊടുത്താൽ മതി. ദഖലത് തുല്ലാബു ഫബദഅ അൽ മുദർരിസു അദ്ദർസ. ഓക്കെ, മനസ്സിലായല്ലോ. മൂന്നാമത്തേത് ഉഗ്മിയ അലയ്യ സുമ്മ ഡാഷ് ബാദ സാഅത്തിൻ. എനിക്ക് ബോധക്ഷയമുണ്ടായി. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് എന്നെ എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തുകൊണ്ട് വരുത്തണം. അപ്പൊ സുമ്മയാകുമ്പോൾ ചെറിയൊരു തറാഹി, അഥവാ കുറച്ച് പിന്തിയിട്ടാണ് ആ കാര്യം ചെയ്യുന്നത് എന്നർത്ഥം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. നമുക്ക് അവിടെ എന്താ ചെയ്യാ? സുമ്മ ഉദ്ഖിൽതു ഫിൽ മുസ്തഷ്ഫ എന്നാക്കി കൊടുത്താൽ മതി. അപ്പുറത്ത് എന്താവും? പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സുമ്മ ഉദ്ഖിൽതു ഫിൽ മുസ്തഷ്ഫ ബഅദ സഅത്തി. നാലാമത്തേത് ഇബ്തഇദ് അനി സുക്കരി, നീ ഷുഗർ എന്താവുക? ഉപേക്ഷിക്കുക, ഒഴിവാക്കുക. അതുപോലെ ഒരു വാക്കവിടെ കൊടുക്കണം, അമ്രായിട്ട് തന്നെ. നമുക്ക് എന്ത് കൊടുക്കാം? വത്രുക് അൽ അത്ഇമത ദസ്മ. വത്രുക് അൽ അത്ഇമത ദസ്മ. നീ എന്ത് ചെയ്യണം? വളരെ എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുകയും വേണം കൊടുക്കുക. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ശൈലികൾ മത്തുഫയിലേക്ക് ഉള്ള അവിടുത്തെ ജസ്മു പോലെ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ സുക്കൂന് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചേർക്കുന്നത്. വത്രുക് അൽ അത്ഇമത ദസ്മ എന്ന് കൊടുത്താൽ. അതുപോലെ ഇവിടെ കുൽ മൗസൻ ഔ എന്നുണ്ട്. നീ ഒന്നുകിൽ എന്താ ചെയ്യുക? പഴം കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് തുഫാഹൻ എന്ന് കൊടുക്കാം. മൗസൻ എന്ന് പറഞ്ഞ കൊടുത്ത് മത്തുഫയിലേക്ക് നസ്ബാണ്. ആ നസ്ബ് ഇവിടെ തുഫാഹൻ എന്ന് പറഞ്ഞിടത്ത് നമ്മൾ നസ്ബ് എന്താണ് കൊടുക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ആറാമത്തേത് അദ്റുസുൽ ഹന്തസ, ഞാൻ എന്ത് പറയുന്നു? എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അതേ പ്രകാരം വേറെ എന്തെങ്കിലും ഒരു ഉദ്യോഗം അവിടെ കൊടുക്കാം. അത്ഫിന്റെ അക്ഷരം ഇവിടെ വാവാണ്, നമുക്ക് എന്ത് കൊടുക്കാം? വസിറാ എന്ന് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അതേ പ്രകാരം ഞാൻ കൃഷി എന്താകുന്നു? പഠിക്കുന്നു. ഏഴാമത്തേത് തർവീഹ് മുഫീദുൻ ലിൽ ജിസ്മി വ ഡാഷ്. അപ്പൊ എന്ത് കൊടുക്കാം? ഈ ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക, റീഫ്രഷ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും വളരെ യൂസ്ഫുൾ ആണ്. അതേ പ്രകാരം ബുദ്ധിക്കും എന്നാക്കാം. ഇവിടെ എന്താക്കണം? വലിൽ അഖലി എന്നാക്കണം. കാരണം ഇവിടെ ലിൽ ജിസ്മി എന്നുള്ളതുകൊണ്ട് ഇവിടെ ജിസ്മി എന്നുള്ള അവിടെ ജെറാണല്ലോ ഉള്ളത്. അതേ പ്രകാരം മാറ്റൂഫിനും മാറ്റൂഫലിന്റെ അതേപോലെ ഇറാബ് വരണം. എന്ത് ചെയ്യാ? വലിൽ അഖലി എന്ന് എഴുതി കൊടുക്കാതെ എന്നിട്ട് എന്ത് ചെയ്യാ? അഖലി എന്നുള്ളതിന് ഇവിടെ എന്ത് വേണം? ജെറുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം മാത്തൂഫ് അലിയുടെ ഇറാബ് തന്നെയാണ് മാത്തൂഫിന് ഉണ്ടാവുക. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് അഫ്ദൽ ഉലമയിലെ ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കും പങ്കെടുക്കാം, സംശയങ്ങൾ തീർക്കാം. നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഫങ്ഷണൽ അറബിക്കിന്റെ ബാക്കി എല്ലാ ചാപ്റ്ററുകളും എല്ലാം എന്താകുന്നുണ്ട് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ട് കഴിഞ്ഞ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.